തിരുസഭയിൽ ഒരുപാട് നവീകരണം വരുത്തിയ, ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപ് ജോൺ 23-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പന്തക്കുസ്തായിൽ എന്ന പോലെ നിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ ഇക്കാലത്ത് വീണ്ടും പ്രത്യക്ഷമാക്കണമേ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്കറിയാം, ഇന്നും ഒരുപാട് നവീകരണങ്ങൾ തിരുസഭാ തനയരായ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഈ കൗൺസിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമാണെന്ന് നമുക്ക് തിരിച്ചറിയുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം: ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തെ ഒന്ന് നവീകരിക്കണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് നവീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം പറയുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന്. നമ്മുടെ ഇന്നലകളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പലപ്പോഴും ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ ഒരവസ്ഥ, പലപ്പോഴും ശൂന്യത നിറഞ്ഞ ഒരവസ്ഥ, മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യാശയില്ലാത്തതുപോലെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, അന്ധകാരം നിറഞ്ഞെടുത്തൊക്കെ ഒരു പ്രകാശം ഉദിക്കുന്നതിന് വേണ്ടി, രൂപരഹിതമായ അവസ്ഥയിലൊക്കെ ഒരു പ്രത്യാശ കടന്നു വരുന്നതിന് വേണ്ടി, ശൂന്യതകളിലൊക്കെ ഒരു നിറവുണ്ടാകുന്നതിന് വേണ്ടി. ഹല്ലേലൂയ! നമുക്കൊന്ന് ചേർന്ന് പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. ഈശോ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. പ്രിയപ്പെട്ടവരെ, ജെറുസലേം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ഇടവകയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. യൂദയ എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. സമരിയ എന്ന് പറയുമ്പോൾ യേശുവിനെ അറിയാത്ത ഇനിയും അനേക മക്കളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യേശുവിനെക്കുറിച്ച് അറിയാതെ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടാതിരിക്കുന്ന മക്കൾ, അവരുടെ എല്ലാം ഇടയിലേക്ക് കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാകണം. അതിന് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക ലേഖനമായ കരുണയും കരുണാർഹയും എന്നുള്ള ആ ലേഖനത്തിൽ ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുകയാണ്: രക്ഷയുടെ സുവിശേഷം ഓരോ വ്യക്തിയിലേക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പുതിയ പാതകൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ഓരോ വ്യക്തിയിലേക്കും രക്ഷയുടെ സുവിശേഷം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് പുത്തൻ വഴികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമ്മൾ തിരസ്കരിച്ച് കളയരുത്. അതിന് പ്രചോദനം നൽകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത് എന്ന് വചനം പറയുകയാണ്. ഞാൻ ഓർക്കുന്നു, MSMI കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക പിതാവും ഇന്ന് സ്വർഗത്തിലായിരുന്ന് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യേക വെളിപ്പെടുത്തൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനം അനുസരിച്ച് നെല്ലിക്കുറ്റി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം സൗജന്യമായിട്ട്, ഫീസ് മേടിക്കാതെ സൗജന്യമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നപ്പോൾ 4 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ടൊരു ധ്യാനം ഫ്രീ ആയിട്ട് വെച്ചു. ധാരാളം പേർ അതിൽ വന്ന് സമ്മതിക്കുകയാണ്. അപ്പോഴോർത്തു, തുടർന്നുള്ള ഒരു ധ്യാനവും കൂടെ സൗജന്യമായിട്ട് വെക്കാം. അങ്ങനെ വന്ന് ഇന്ന് 4 വർഷം തികഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനത്തോട് സഹകരിച്ചതുകൊണ്ട് ഇന്നും യാതൊരു കുറവും കൂടാതെ കർത്താവ് വഴി നടത്തുകയാണ്. ഇതിലൂടെ ആ പരിശുദ്ധാത്മ പ്രചോദനത്തോട് സഹകരിച്ചതിലൂടെ അനേകായിരങ്ങൾ ഇന്ന് സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിച്ച് കടന്നുപോയി. അതിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്നും പുത്തൻ പ്രചോദനങ്ങൾ തരുന്നു. ആ പ്രചോദനത്തോട് സഹകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ സുവിശേഷം, കർത്താവിൻ്റെ രക്ഷ ലോകം മുഴുവനിലേക്ക് പടരുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ! ഒന്ന് വലതുകരം ഉയർത്തി ഹല്ലേലൂയ! ഒരിക്കൽ സിയോണിൽ ധ്യാനിക്കാൻ വന്ന എഞ്ചിനീയറായിട്ടുള്ള ഒരു സഹോദരൻ
ഇപ്രകാരം ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് പറയുകയാണ്, ഈ ധ്യാനത്തിലൂടെ ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നു. എൻ്റെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത് കർത്താവിൻ്റെ പ്രത്യേക ആകർഷണം കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ ഇപ്രകാരമാണ് പ്രചോദിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ച എൻ്റെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. മാത്രമല്ല, എനിക്ക് സാധിക്കുന്നിടത്തോളം പേരെ എൻ്റെ സ്വന്തം വാഹനത്തിൽ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിപ്പിക്കാനായിട്ട് കൊണ്ടുവരണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി അദ്ദേഹം കടന്നു പോവുകയാണ്. തുടർന്ന് പിന്നീട് അവിടെ ഒരുക്കപ്പെട്ട ധ്യാനങ്ങളിലേക്ക് അദ്ദേഹം അനേകരെ തൻ്റെ വാഹനത്തിൽ കൊണ്ടുവരികയും ആ പരിശുദ്ധാത്മാവ് കൊടുത്ത ആ പ്രചോദനത്തോട്, ആ തുറന്നു കൊടുത്ത ആ പുത്തൻ വഴിയോട് സഹകരിച്ചതിലൂടെ കർത്താവിൻ്റെ പ്രത്യേക ഇടപെടൽ അനേകരുടെ ജീവിതത്തിൽ, ഈശോയുടെ രക്ഷിക്കുന്ന സ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപ അദ്ദേഹത്തിലൂടെ ഈശോ ഒഴുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 2 28-29 തിരുവചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ വലിയൊരു വാക്ക് നമ്മളവിടെ കാണുകയാണ്. കർത്താവിൻ്റെ ആ വാക്ക് നിറവേറുന്നത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷികളായി തീർന്നതായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ ഒരു ബാബേൽ ഗോപുരത്തെക്കുറിച്ചാണ് കാണുക. ഒരു വലിയ പട്ടണം പണിതുയർത്തി നഗരം പണിതുകൊണ്ടിരിക്കുന്ന ജനതയുടെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നു. അവരുടെ പണി കണ്ട് ഇപ്രകാരം പറയുകയാണ്, ഇവരുടെ ഭാഷ ഞാൻ ചിതറിക്കാനായിട്ട് പോവുകയാണ്. ഇവരുടെ ഭാഷ ചിതറിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഭാഷ ചിതറിക്കപ്പെട്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ പണി ആരംഭിച്ച് മുന്നോട്ട് നീങ്ങിയ ആ പണി അവിടെ വെച്ച് തീരുകയാണ്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ നാടുകളിലേക്ക് ജനം ചിതറിപ്പോകുന്നത്, ഭാഷ പരസ്പരം മനസ്സിലാകാതെ വന്നപ്പോൾ ചിതറിപ്പോകുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. ഈ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു, ഇങ്ങനെ ചിതറി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ച ജനം മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിവിധ ഭാഷകളിൽ സംസാരിച്ചപ്പോൾ തങ്ങളുടേതായ ഭാഷയിൽ കേട്ട്, ബാബേൽ ഗോപുരത്തിൻ്റെ പണിയുടെ അന്ന് ഒരേ ഭാഷ സംസാരിച്ചിരുന്നവർ വിവിധ ഭാഷകൾ സംസാരിച്ച് ചിതറിപ്പോയെങ്കിൽ പന്തക്കുസ്താ ദിനത്തിൽ പല ഭാഷകൾ സംസാരിച്ചവർ ഒരുമിച്ച് കൂടി തങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ കേട്ട് വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളവിടെ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കും പ്രാർത്ഥിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ബാബേൽ ഗോപുരത്തിൻ്റെ അവസ്ഥയാണോ? പരസ്പരം ഭാഷകൾ മനസ്സിലാകുന്നില്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ, മാതാപിതാക്കൾ മക്കൾക്ക് തമ്മിൽ, സഹോദരി സഹോദരന്മാർക്ക് തമ്മിൽ, സഹപ്രവർത്തകർക്ക് തമ്മിൽ, അധികാരികൾക്ക് അധീനർക്ക് തമ്മിൽ ഇന്ന് ഭാഷ തിരിയാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാവുകയാണ്. പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടാനായിട്ട്. ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം എൻ്റെ കുടുംബത്തിൽ നൽകണമേ. ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം എൻ്റെ പ്രവർത്തന മേഖലകളിൽ കർത്താവെ അവിടുന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. തിരുസഭയിലെ മഹാപണ്ഡിതനായിട്ടുള്ള ഒറിജിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ന് തിരുസഭയിൽ വരങ്ങളുടെ മഴ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നിടത്ത്, കൺവെൻഷൻ വേളകളിൽ യേശുവിൻ്റെ നാമത്തെ പ്രതി ധ്യാനങ്ങൾ നടത്തുന്നിടത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകത്താൽ ജനം ഹൃദയം തുറക്കുകയാണ്. രോഗങ്ങൾ സുഖപ്പെടുകയാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മക്കളെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം ഒരു പുതിയ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി. ജോൺ 23-ാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈശോ വചനത്തിൽ പറയുന്നു, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 7 37-ാം തിരുവചനത്തിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ വലിയ വാഗ്ദാനമായ, ദൈവത്തിൻ്റെ വലിയ സമ്മാനമായ ആ പരിശുദ്ധാത്മാവിനെ തരികയാണ് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരിലേക്ക്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും സിയോണിൽ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരിയെക്കുറിച്ച്. ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ആ സഹോദരി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, എല്ലാവരും സ്തുതിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ ഓർത്ത് സ്തുതിക്കുന്നൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും, ആരെങ്കിലും നിർബന്ധിച്ച് ഈ ധ്യാനത്തിന് കൊണ്ടുവന്നതായിരിക്കും. അപ്പം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എന്താ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഒന്നും താല്പര്യമില്ലേ? അപ്പം ആ സഹോദരി കണ്ണുനീരോടെ പറയുക, അതുകൊണ്ടല്ല സിസ്റ്ററെ, മറിച്ച് എന്താണ്, സ്തുതിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുൻപേ എൻ്റെ ഇടതും വലതും മുൻപിലും പുറകിലും ഒക്കെ ഉള്ളവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിർത്താതെ സ്തുതിക്കുകയാണ്. പക്ഷെ എനിക്ക് മാത്രം അതിന് സാധിക്കുന്നില്ല. ഞാൻ സ്തുതിക്കാനായിട്ടങ്ങ് തുടങ്ങുമ്പോഴേക്കും എൻ്റെ തൊണ്ടയിൽ സ്വരം കുടുങ്ങിപ്പോകുന്നു, എനിക്ക് ചുമ വരുന്നു. ഇവരൊക്കെ സ്തുതിക്കുന്നത് പോലെ ഇടതടവില്ലാതെ മണിക്കൂറുകളൊന്നും എനിക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം സിസ്റ്റർ, ഇപ്പോൾ തന്നെ എൻ്റെ തലയിലൊന്ന് കൈവച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, ഈ സ്തുതിക്കാനുള്ള വരം എനിക്ക് കിട്ടുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പ്രശ്നമില്ല. അപ്പം ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശിരസിൽ കരങ്ങൾ വെച്ച് സ്തുതിച്ച് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം വെളിപ്പെടുത്തി തന്നു. തൻ്റെ സ്വന്തം ജീവിത പങ്കാളിയോട്, ഭർത്താവിനോട് നാളുകളായിട്ട് ഈ മകൾക്ക് മനസ്സിൽ അസ്വസ്ഥതയാണ്. കാരണം മദ്യപാനിയായിട്ടുള്ള തൻ്റെ ഭർത്താവ് എത്ര ധ്യാനങ്ങൾ കൂടിയിട്ട് ഒരു നവീകരണത്തിലേക്ക് വരാതെ വീണ്ടും വീണ്ടും ഈ ദുശീലങ്ങളുടെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത വെറുപ്പും, ഒരിക്കലും എൻ്റെ ഭർത്താവ് നന്നാകാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയൊക്കെ നിറച്ചുകൊണ്ടാണ് ഈ സഹോദരി ധ്യാനത്തിൽ സംബന്ധിക്കുക. ഭർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരിയോട് ഇപ്രകാരം സംസാരിച്ചു, ഭർത്താവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിക്കാനുള്ള വരം കിട്ടാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ മനസ്സിൽ കിടക്കുന്ന വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒന്ന് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ആ സഹോദരി എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സിസ്റ്ററെ, എനിക്ക് ഈ സ്തുതിക്കാനുള്ള വരം കിട്ടിയാൽ മതി. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കാം, എന്ത് വേണമെങ്കിലും ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാണ്. എനിക്ക് എന്ത് മതി? ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, ഈ മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള ഈ വരം എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആ സഹോദരി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാം എത്രമാത്രം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടോ, എത്രമാത്രം നമ്മളെ തന്നെ നമ്മൾ പരിത്യജിക്കുന്നുവോ, അത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്കും പ്രാർത്ഥിക്കണം. നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. മനസ്സിൽ കിടക്കുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടമില്ലാതെ നമ്മളിലുള്ള അലസതയും മടിയൊക്കെ ഒന്ന് കൊടുത്ത്, വിശ്വാസ മേഖലയിൽ വന്നിട്ടുള്ള കുറവുകളൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കണം. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, വരദാനങ്ങൾ എന്നിലേക്ക് ഒഴുക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്കൊരോരുത്തർക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, രാജാക്കന്മാരിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്, നേതാക്കന്മാരെ മുന്നോട്ട് നയിച്ച പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ യേശുവിൻ്റെ ജനന നിമിഷം മുതൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുക. പരിശുദ്ധ കന്യകാ മറിയം മംഗളവാർത്ത കേട്ട നിമിഷം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായി. അത്യുന്നതൻ്റെ ശക്തിയാൽ ഗർഭിണിയാകുന്ന ദൈവപുത്രന് ജന്മം കൊടുക്കുന്ന പരിശുദ്ധ കന്യകാ മറിയം, യേശുവിൻ്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാൽ അത്യുന്നതൻ്റെ ശക്തിയാലാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുകയാണ്. ഇവരെൻ്റെ പ്രിയപുത്രനാണ് എന്ന് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കേൾക്കുകയാണ്. ജ്ഞാനസ്നാനമൊക്കെ കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പരീക്ഷകളെ നേരിടുന്നതിന് ഈശോയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. തുടർന്ന് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഒരു പുതിയ വത്സരം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്കെല്ലാം മോചനം കൊടുക്കുന്നതിന് വേണ്ടി കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ബേസിൽ പറയുന്നത് ഇപ്രകാരമാണ്. യേശുവില് പരിശുദ്ധാത്മാവ് ഒരിക്കലും വേർപിരിയാത്ത ഒരു കൂട്ടുകാരനായിരുന്നു. യേശുവിൽ ഈ പരിശുദ്ധാത്മാവ് ഒരിക്കലും വേർപിരിയാത്ത ഒരു കൂട്ടുകാരനായിരുന്നുവെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാലും കൂട്ടുകാരൊക്കെ ഒത്തിരിയുണ്ട്, പക്ഷെ ഒരിക്കലും വേർപെട്ടു പോകാത്ത കൂട്ടുകാർ നമുക്കില്ല, അല്ലേ? നമ്മുടെയൊക്കെ തനി സ്വഭാവം കാണിക്കുമ്പോൾ തന്നെ പലപ്പോഴും എന്താണ്,
നമ്മൾ കൂട്ടുകാരാണെന്ന് വിചാരിച്ച പ്രിയപ്പെട്ടവരാണെന്നോർത്തൊക്കെ പലപ്പോഴും അകന്നു പോയിട്ടുണ്ട്. ഇനിയും നമ്മുടെ കുഴിമാടം വരെയൊക്കെ വരാൻ എല്ലാ കൂട്ടുകാർക്കൊക്കെ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവനാണെന്ന് കരുതി എൻ്റെ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ പൊന്നോമന മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മളെ സ്നേഹിക്കാനും കൂടെ വരാനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവർ ഓർക്കണം, വിശുദ്ധ ബേസിൽ പറയുന്നത് പോലെ ഈശോയിൽ ഒരിക്കലും വേർപിരിയാത്ത കൂട്ടുകാരനായിട്ട് ജനന നിമിഷം മുതൽ ജീവിതത്തിലുടനീളം ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കൂട്ടുകാരനെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും ഒന്ന് ക്ഷണിക്കണം, നമുക്കും ഒന്ന് വിളിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതായി പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടർന്ന് നമ്മൾ കാണുക. അത്യുന്നതൻ്റെ ശക്തിയാൽ നിറഞ്ഞ് എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്ത് മാത്രമല്ല, ഉദരത്തിൽ കിടന്ന ശിശു പോലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന് നമ്മൾ വചനത്തിൽ കാണുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ പീഡാസഹന മരണത്തെ തുടർന്ന് ചിതറിയകന്നു പോയിട്ടുള്ള അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന പരിശുദ്ധ അമ്മ. അപ്പസ്തോല പ്രവർത്തനം 1:14 ശിഷ്യന്മാരോട് ചേർന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ദാനമായിട്ട് സമ്മാനമായിട്ട് കടന്നു വരികയാണ്. യേശു ആത്മാവിനെക്കുറിച്ച് പറയുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാരക്ലേത്ത എന്നാണ്, ആശ്വാസദായകൻ. നമ്മുടെ ജീവിതത്തിൽ എന്നും ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നവൻ. രോഗം മൂലം വേദനിക്കുകയാണോ? ആശ്വാസദായകൻ ഇതാ കൂടെയുണ്ട്. കടബാധിതയാൽ നീറുകയാണോ? പരിശുദ്ധാത്മാവ് ഇതാ നമ്മളെ ആശ്വസിപ്പിച്ച് വഴി കാണിക്കുവാനായിട്ട് കൂടെയുണ്ട്. പാപ സാഹചര്യങ്ങളിൽപ്പെട്ട് ഉഴലുന്ന അവസ്ഥയാണോ? ആത്മാവിതാ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രാവിനെ പോലെ നമ്മളിലേക്കും പറന്നിറങ്ങട്ടെ. കാറ്റായിട്ട് നമ്മളിലേക്കൊക്കെ ഒന്ന് വീശി അടിക്കട്ടെ. അഗ്നി നാളങ്ങളായിട്ട് നമ്മളിലേക്കൊക്കെ ഒന്ന് കത്തിപ്പടരട്ടെ. ഒരിക്കൽ ധ്യാനത്തിൽ സംബന്ധിച്ച ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ധ്യാനത്തിന് വന്നപ്പോൾ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായതുകൊണ്ട് തന്നെ വേണ്ടത്ര ഒരു ബോധമൊന്നും ഇല്ലാതെ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം അവിടേക്ക് കടന്നു വരിക. അപ്പോൾ അവിടെ വന്നു അദ്ദേഹം ധ്യാനത്തിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ എനിക്ക് രക്ഷയുണ്ടോ? അപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. യേശു തൻ്റെ അടുത്തേക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നവീകരണം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് രക്ഷയുണ്ടെങ്കിൽ ഞാനെന്നാ ധ്യാനം കൂടിയേക്കാം എന്ന് പറഞ്ഞാണ് ധ്യാന ശുശ്രൂഷയിലേക്ക് അദ്ദേഹം കടന്നു വരിക. അങ്ങനെ പിറ്റത്തെ ദിവസമായപ്പോഴേക്കും അദ്ദേഹം വളരെയേറെ മാന്യനായിട്ട് ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗം നിർത്തിയത് കൊണ്ട് തന്നെ സുബോധത്തോടെ അദ്ദേഹം ഇരുന്ന് വചനം കേൾക്കുകയാണ്. വചനമൊക്കെ കേട്ട് മുഴുവൻ ശുശ്രൂഷയിലും ഏറ്റവും സജീവമായിട്ട് അദ്ദേഹം സംബന്ധിച്ചു. ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ കൊടുത്തു, ഒത്തിരി സൗഖ്യങ്ങൾ കൊടുത്തു, ക്ഷമിക്കാനുള്ള കൃപ കൊടുത്തു. അഭിഷേക പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള നിറവ് ഇദ്ദേഹത്തിൽ നിറയുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. തുടർന്ന് പോകുന്നതിന് മുൻപ് അദ്ദേഹം അവിടെ തൻ്റെ കൂടെ ധ്യാനിച്ചു കൊണ്ടിരുന്നവരുടെ എല്ലാം മുൻപിൽ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹം കിട്ടുമെന്നൊന്നും ഓർത്തൊന്നുമല്ല ഞാൻ വന്നത്. വന്ന ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, എനിക്ക് രക്ഷയുണ്ടോ സിസ്റ്ററെ? സിസ്റ്റർ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്ന എല്ലാവരും ഈശോ രക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അന്നാ ധ്യാനിച്ചേക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് എൻ്റെ ധ്യാനം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു മുൻപും പല പ്രാവശ്യം ധ്യാനം കൂടിയിട്ടുണ്ട്. ഒരു കണക്കിന് പറയുന്നെങ്കിൽ വർഷത്തിൽ 2 ധ്യാനം വെച്ച് കൂടുന്നൊരു വ്യക്തിയാണ് ഞാൻ. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഞാൻ കൂടിയത് മുഴുവൻ ബീഡി ധ്യാനങ്ങളായിരുന്നു. പല പേരുകളും ധ്യാനത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്. ആന്തരിക സൗഖ്യ ധ്യാനവും ആന്തരിക ശാരീരിക സൗഖ്യ ധ്യാനം, ദിവികാരുണ്യാനുഭവ ധ്യാനം എന്നൊക്കെ. അദ്ദേഹം പറയാം, ഞാൻ കൂടിയത് മുഴുവൻ ബീഡ് ധ്യാനങ്ങളായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്നെ അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ് തന്നത്, ഞാൻ ഏതൊരു ധ്യാനത്തിന് പോകുമ്പോഴും ദിവസം കണക്ക് കൂട്ടി വലിക്കാനുള്ള ബീഡിയായിട്ടാണ് പോവുക. ഈ ധ്യാനത്തിലേക്ക് വന്നപ്പോഴും അങ്ങനെ തന്നെ. മാത്രമല്ല, കുറച്ചധികം ബീഡി ഞാൻ കയ്യിൽ കരുതും. 1-2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ആരൊക്കെയാ ബീഡി വലിക്കുന്നതെന്നൊക്കെ അത്യാവശ്യം മനസ്സിലാകും. അവർക്കെല്ലാം ഞാൻ വിതരണം ചെയ്യും. അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉള്ളവരെയും ഒക്കെ ബീഡി ധ്യാനത്തിലാണ് സംബന്ധിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ധ്യാനത്തിൽ വന്നപ്പോൾ എനിക്ക് രക്ഷയുണ്ട് എന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒരു പ്രത്യാശയോടെ ഞാൻ വചനത്തിന് മുൻപിലായിരുന്നപ്പോൾ ഇപ്പോൾ പരിപൂർണമായിട്ടും എൻ്റെ ആ ദുശീലത്തിൽ നിന്ന് ഈശോ എനിക്ക് വിടുതൽ തന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ബീഡി കൊണ്ടുവന്നു, എനിക്ക് രക്ഷയുണ്ടെന്ന് കേട്ട് പിന്നീട് ഞാൻ ഇറങ്ങി ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ഞാൻ ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡി മുഴുവൻ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. തുടർന്ന് ഏറ്റവും സജീവമായിട്ട് ഇവിടുത്തെ ധ്യാന ശുശ്രൂഷകളിൽ മുഴുവനും ഞാൻ സംബന്ധിച്ചതിലൂടെ പരിപൂർണ്ണ വിടുതൽ. ഇന്നെനിക്ക് ഒരു ലഹരി വസ്തു ഉപയോഗിക്കണമെന്ന ഒരാഗ്രഹം പോലും ഇല്ലാതെയാണ് ഈശോ എന്നെ തിരിച്ചു വിടുന്നത് എന്ന്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വലിയ വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക് ആ മനുഷ്യനെ ഈശോ നയിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അദ്ദേഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അടിമപ്പെടുത്തിയ ദുശീലമൊക്കെ വിട്ടുപേക്ഷിക്കാനായിട്ട് ഒരു നവീകരിക്കപ്പെട്ട ഒരു സാക്ഷി ജീവിതം നയിക്കാനുള്ള വലിയൊരു കൃപ അദ്ദേഹത്തിലേക്ക് നിറയുക. നമുക്ക് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് പുത്തൻ ഭാഷകളൊക്കെ കിട്ടും. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളൊക്കെ നിറയും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിലേക്ക് ആ സ്നേഹവും ക്ഷമയും സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു വരട്ടെ. അതിലൂടെ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരിക. മാത്രമല്ല, പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്തിനു വേണ്ടിയാണ്? തിരുസഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി. നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ, നമ്മുടെ കൂട്ടായ്മകൾ, കുടുംബ പ്രാർത്ഥനയായിരിക്കാം, ഇടവകയോട് ചേർന്നുള്ള പ്രവർത്തനമായിരിക്കാം, മറ്റേതെങ്കിലുമൊക്കെ ദൈവ ശുശ്രൂഷകളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട് നിറയുമ്പോൾ പുത്തൻ ഉണർവോടെ അനേകായിരങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുകയാണ്. സ്നേഹത്തിൻ്റെ സന്തോഷം എന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ലേഖനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉയരുന്ന പ്രാർത്ഥനയിലൂടെ, ദൈവവചന വായനയിലൂടെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ ആലയമായിട്ട് മാറ്റപ്പെടുന്നു എന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, നമ്മുടെയൊക്കെ ദൈവവചന വായന, ദിവ്യകാരുണ്യ സ്വീകരണങ്ങൾ, ഇതിലൂടെ എല്ലാം എന്താണ് സംഭവിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ ആലയമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥനകൾ ഉയരണം. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൂട്ടായ്മകൾ ശക്തിപ്പെടണം. തിരുസഭയിൽ നമുക്കോരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്, ഒരു പങ്കാളിത്തമുണ്ട്. ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ലോകം മുഴുവൻ പോയി സുവിശേഷം പറയാനുള്ള ആ വലിയ ദൗത്യം ശിരസാ വഹിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഒരിക്കൽ ധ്യാനത്തിന് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ ഈ മദ്യപാനം ഒന്ന് മാറാനായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് പരിശുദ്ധാത്മാവിനെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്? എൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ എനിക്ക് ഈ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്, നാട്ടിലൊന്ന് തലയുയർത്തി നടക്കാനായിട്ട് എനിക്ക് പറ്റാതെ പേരുദോഷം വരുത്തിയതിൻ്റെ കാരണം എൻ്റെ ഈ മദ്യപാനമാണ്. ഈ പരിശുദ്ധാത്മാവിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണ ബൈബിളും എടുത്ത് പിടിച്ച് നടക്കാൻ എനിക്ക് ജോലിയില്ലാത്ത ആളൊന്നുമല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ ഈ ദുശീലം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനെ ഒന്നും എനിക്ക് കിട്ടാൻ്റെ ആവശ്യമേ ഇല്ല. പ്രിയപ്പെട്ടവർ ഓർക്കണം, എന്ത് തീരുമാനമെടുത്താലും നമ്മുടെ ജീവിതത്തിലെ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പാപബോധവും പശ്ചാത്താപവും നൽകുന്ന ഈ പരിശുദ്ധാത്മാവ് പാപത്തിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ നൽകുന്ന ആത്മാവാണ്. എടുത്ത തീരുമാനങ്ങളിൽ നിലനിൽക്കാനുള്ള കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പ്രാർത്ഥിക്കണം, ആത്മാവിനാൽ മാത്രം ജ്വലിച്ചാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാപത്തെ വിട്ടുപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, പുത്തൻ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ, എടുത്ത തീരുമാനങ്ങളിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ.